സ്വാഭാവികമായ തുടക്കം മുതൽ നമുക്ക് സംശയം കുട്ടി ഗുവാഹത്തിയിലെ തൻ്റെ നാട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ്. അതിന് ആ കുട്ടിക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. 4 മണിക്ക് തമ്പാനിൽ നിന്ന് പുറപ്പെടുന്ന അരുണ എക്സ്പ്രസിൽ കയറുകയാണെങ്കിൽ കുട്ടിക്ക് ഗുവാഹത്തിലേക്ക് നേരിട്ട് എത്താമായിരുന്നു. പക്ഷേ 4 മണിവരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നിൽക്കാനുള്ള ഭയപ്പാട് കൊണ്ട് കുട്ടി ചെന്നൈയിലേക്ക് പോയി അവിടെ നിന്ന് ട്രെയിൻ മാറിക്കയറാൻ ശ്രമിച്ചതാണെന്നടക്കമുള്ള അഭ്യൂഹങ്ങളൊക്കെ പറയുന്നു. പക്ഷേ ഈ അഭ്യൂഹങ്ങളിൽ തന്നെ നിൽക്കാതെ മറ്റ് സാധ്യതകൾ കൂടി അലക്സ മുഹമ്മദ് നടത്തിയൊരു തെരച്ചിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിവരം കൂടിയാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായകമായത്. നമ്മൾ പറഞ്ഞതുപോലെ 6:30 എഗ്മോർ എക്സ്പ്രസ് അവിടെ ചെന്നൈ എഗ്മോറിൽ എത്തുന്നു. അവിടെ നിന്ന് ഒരു 10:45 കൂടി പെരുമ്പൂർ എന്ന സ്റ്റേഷനിൽ നിന്നാണ് അരുണോ എന്ന എക്സ്പ്രസ് പുറപ്പെടുന്നത്. പക്ഷേ അത്രയും ദൂരം പെൺകുട്ടി പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ അരുണോ എക്സ്പ്രസ്സിലെ അല്ലെങ്കിൽ പെരുമ്പൂരിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നമ്മുടെ പ്രതിനിധി അലക്സ മുഹമ്മദ് മറ്റൊരു സംശയം വരുന്നത്. 6:30 എഗ്മോർ എക്സ്പ്രസ് അവിടെ എത്തി തൊട്ടടുത്ത് വരുന്ന ട്രെയിൻ ഏതാണോ, കാരണം നിസ്സഹായായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, മുന്നോട്ട് വഴികളില്ല, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ആ കുട്ടിയുടെ മുമ്പിലുള്ള ഏക വഴി അടുത്ത് വരുന്ന ട്രെയിനിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. ആ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ താമര എക്സ്പ്രസിൽ കയറിയേക്കാമെന്ന് അലക്സ മുഹമ്മദിന്റെ സംശയം. അവിടെ നിന്ന് അലക്സ മുഹമ്മദ് അവിടെയുള്ള മലയാളം സമാജം പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നു. വിശാഖപട്ടണത്ത് രാത്രി 10:30 പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ആശ്വാസ വാർത്ത വരുന്നു. ഇതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി ഈ താമ്പരം എക്സ്പ്രസിൽ തനിയെ കയറിയോ, ഒറ്റയ്ക്ക് നിന്ന പെൺകുട്ടിയെ ഈ കൂട്ടം സ്ത്രീകൾ, നമ്മൾ നേരത്തെ മലയാളം സമാജത്തിന്റെ പ്രവർത്തനം നമ്മോട് പറഞ്ഞിരുന്നു, ഒരു കൂട്ടം സ്ത്രീകൾ ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്. ഈ സ്ത്രീകൾ ഈ കുട്ടിയെ ട്രാപ്പ് ചെയ്ത് ട്രെയിനിലേക്ക് കയറ്റിയോ അല്ലെങ്കിൽ ട്രെയിനിൽ തനിച്ചിരുന്ന കുട്ടിയെ കൂടെ കൂട്ടിയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരണം. കാരണം ആ സ്ത്രീകൾ എന്ത് തന്നെയായാലും നല്ല ഉദ്ദേശത്തോടു കൂടി എല്ലാ പെൺകുട്ടിയെ കൂടി കൊണ്ടുപോയത്. ഒരു വലിയ വിപത്തിലേക്ക് നീങ്ങേണ്ടിയിരുന്ന കുട്ടി, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചേക്കാവുന്ന സംശയമുണ്ടായിരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ആ സ്ത്രീകൾ ആരാണെന്ന് കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇനി നമ്മുടെ മുമ്പിലേക്കുള്ളത് വളരെ ഭയപ്പാടോടുകൂടി ഈ ദൂരങ്ങൾ താണ്ടി ആ ട്രാക്കിലൂടെ തിരിച്ച് കേരളത്തിലെ ആശ്വാസ തീരത്തേക്ക് നമ്മുടെ 13-കാരി എപ്പോൾ എത്തുമെന്നുള്ളതാണ്. നിലവിൽ RPFന്റെ ചൈൽഡ് വെൽഫെയർ ഹോമിലാണ് ഈ കുട്ടി ഉള്ളത്. അവിടെ നിന്ന് ഈ പാരൻസിന് അവിടെ ചെന്നതിന് ശേഷം മാത്രമേ നമ്മുടെ തസ്ബീത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെയായിരിക്കും തസ്ബീത്തിനെ കേരളത്തിലെത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് അവർക്ക് വലിയ ആശ്വാസമാണ്. പിണങ്ങിപ്പോയ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങിയ തൻ്റെ മകളെ അവർ കണ്ടു, സംസാരിച്ചു, അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. അവർക്ക് പിണക്കങ്ങളെല്ലാം മാറി അവരുടെ മകൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. അവർ സ്വാഭാവികമായും നാളെ വിശാഖപട്ടണത്തേക്ക് തിരിക്കേണ്ടി വരും. ആ വിശാഖപട്ടണത്ത് എത്തിയതിനു ശേഷം RPFന്റെ ചൈൽഡ് വെൽഫെയർ ഹോമിലുള്ള പെൺകുട്ടിയെ കൂട്ടി തിരിച്ചെത്തണം. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇടതടവില്ലാതെ നമ്മൾ നൽകിയ വാർത്തകൾ, ഇടതടവില്ലാതെ പ്രവർത്തിച്ച മനുഷ്യർ, പോലീസുണ്ട്, RPF ഉണ്ട്. ഒപ്പം ഒരൊറ്റ അതായത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പെൺകുട്ടി കരയുന്നു, അതിൽ അസ്വാഭാവികത തോന്നുന്നു. ആ അസ്വാഭാവികതയുടെ പുറത്ത് ബബിത എന്ന സ്ത്രീ പകർത്തിയ ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അലക്സ മുഹമ്മദ് ചേരുന്നു. അലക്സ, നമ്മളെപ്പോഴും ഈ കേസിന്റെ തുടക്കം മുതൽ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ബബിതയുടെ ഇടപെടൽ തന്നെയല്ല. കാരണം ഒരു പെൺകുട്ടി കരയുന്നു, അതിൽ അസ്വാഭാവികതയുണ്ടെന്നൊരു പൊതുബോധത്തിൽ മനസ്സിലാക്കുന്നു, പെൺകുട്ടി ദൃശ്യങ്ങൾ പകർത്തുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ കന്യാകുമാരി എക്സ്പ്രസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, എഗ്മോറിൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന അന്വേഷണം, ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച അന്വേഷണത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമായിരുന്നില്ലേ അലക്സ്? സുഹൈൽ, നിസ്സംശയം പറയാം. കാരണം പോലീസിന്റെ അന്വേഷണം തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ പോലീസ് തിരുവനന്തപുരത്തിന് വടക്കോട്ടായിരുന്നു അന്വേഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിന്ന അന്വേഷണത്തിന് മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ഗതി മാറ്റി വിട്ടത് ബബിതയുടെ ആ ഫോട്ടോയാണ്, ഒറ്റ ഫോട്ടോയാണ്. ബബിത അത് അന്ന് പ്രതികരിച്ചത്, ഇന്ന് പുലർച്ചെ പ്രതികരിച്ചത് 24-ൽ ഈ വാർത്ത രാവിലെ കണ്ട് ACPയെ ബന്ധപ്പെടുകയായിരുന്നു, മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഉച്ചയോടുകൂടി ഈ കുട്ടിയെ ട്രെയിനിൽ ഐലൻഡ് എക്സ്പ്രസിൽ കാണുന്നു. ഈ കുട്ടി ദുഃഖിതയാണെന്ന് മനസ്സിലാകുന്നു, ഈ കുട്ടി കരയുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തു വെച്ചു. അത്രമാത്രമാണ് ബബിത ചെയ്തത്. ആ ഫോട്ടോയ്ക്കുണ്ടായ പ്രതിഫലമാണ്, ആ ഫോട്ടോ എടുക്കാൻ ബബിതയ്ക്ക് തോന്നിയ പ്രസൻസ് ഓഫ് മൈൻഡാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചതെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല സുഹൈൽ. പോലീസിൻ്റെ അന്വേഷണം പോലും അതിനു പിന്നാലെയാണ് ആ തലത്തിലേക്ക്, ആ രീതിയിലേക്ക്, ആ മാർഗത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബബിതയെ ഞാൻ രാവിലെ കാണാൻ ശ്രമിച്ചിരുന്നു. ബബിത കാണാൻ ശ്രമിച്ചപ്പോൾ ബബിത പറഞ്ഞു, ചേട്ടാ ഞാൻ പറയേണ്ടതൊക്കെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു, ഞാൻ ആ കുട്ടി അങ്ങേയറ്റം ദുഃഖിതയായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ മുഖം തരുന്നില്ല, ക്യാമറയ്ക്ക് മുഖം തരുന്നില്ല, ക്യാമറ ഫേസ് ചെയ്യുന്നില്ല. കാരണം ചിലപ്പോൾ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വഴക്കൊക്കെ പറയുമോ എന്നൊരു ഭയം ആ കുട്ടിക്കുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി, ബബിതയെ കാണാനുള്ള ശ്രമം നടത്തി. ബബിതയുടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. രാവിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തു. ബബിതയെ വിളിക്കുമ്പോൾ ബബിത എത്തുന്നത് വരെ ബബിത എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ബബിത
ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ബബിതയ്ക്ക് പക്ഷേ ആ ഭയമുള്ളത് കൊണ്ടാകാം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ എനിക്ക് ബബിതയെ കിട്ടിയില്ല. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും ശ്രമിച്ചു. ഞാൻ ബബിതയോട് പറഞ്ഞത് ഞാൻ സത്യത്തിൽ ബൈറ്റ് എടുക്കുന്നില്ല, കുട്ടി പറഞ്ഞതുപോലെ ബൈറ്റ് എടുക്കുന്നില്ല, പക്ഷേ ആ ചിത്രം എടുക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ ഒന്ന് അഭിനന്ദിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിന്നത്, ഒന്ന് കാണണമെന്ന് പറഞ്ഞതെന്ന് ബബിതയോട് ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു. ബബിത ഈ ഘട്ടത്തിൽ ഓർക്കുന്നു, ബബിതയുടെ ആ നീക്കമാണ് പോലീസിന് ഏതാണ് ആ കൃത്യമായുള്ള വഴി എന്നുള്ളത് പോലീസിന് നൽകിയത്. ആ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണ സംഘം രാവിലെ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്, മാധ്യമങ്ങൾ തൊട്ടു പിന്നാലെ എത്തിയത്. അവിടെ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഈ നെയ്യാറ്റിൻകര കഴിഞ്ഞു പാറശാലയിലേക്ക് ഈ കുട്ടി യാത്ര ചെയ്തു എന്ന് ബബിതയുടെ തന്നെ സുഹൃത്ത് നവ്യ അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാറശാല വരെ കുട്ടി ഉണ്ടായിരുന്നുള്ള കാര്യം വ്യക്തമായി. അങ്ങനെ അതിനുശേഷം പോലീസ് നടത്തിയത് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ്. 6 മണിക്കൂർ അവിടെ നടത്തിയെങ്കിലും ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്ന് പോലീസ് അവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു സാധ്യത പരിശോധിക്കുമ്പോഴാണ് വീണ്ടും ഒരു പോലീസ് സംഘം കൂടി എത്തി. കുഴിത്തുറയിലും ഇരണിയലിലും ഒപ്പം ഈ നാഗർകോവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച പരിശോധന, ഈ CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടത്താം എന്നൊരു ആലോചന വരുന്നത്. അങ്ങനെ അവർ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഈ കുഴിത്തുറയിൽ നിന്നും അതുപോലെ ഇരണിയിൽ നിന്നും മറ്റു ദൃശ്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ നാഗർകോവിൽ നിന്നും നിർണായകമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നു. 3:06 കുട്ടി 13-കാരി ട്രെയിനിൽ നിന്നിറങ്ങി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അവിടെ നിന്ന് വെള്ളം കുപ്പിയിലെടുത്ത് കുട്ടി അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ആ ദൃശ്യമാണ് പിന്നീട് നിർണായകമായത്. തൊട്ട് പിന്നാലെ 3:56 സമാനമായ ദൃശ്യം കന്യാകുമാരിയിൽ നിന്ന് ലഭിക്കുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണം, അതിനുശേഷം നടത്തിയ പോലീസിന്റെ ഇടപെടൽ, അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് കുട്ടി ചെന്നൈയിലേക്ക് എത്തിയേക്കാം. കുട്ടി ചെന്നൈയിൽ എത്തിയെങ്കിൽ കുട്ടി രാവിലെ എത്തണം, കുട്ടി ഇന്ന് രാവിലെ 6:30 ചെന്നൈയിൽ എത്തണം എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ ആലോചിച്ചത് കുട്ടി ചെന്നൈയിൽ എത്തിയെന്നുള്ള വിവരം തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഏതാണ്ട് 6:30-7 മണിയോടുകൂടിയാണ്. കുട്ടി ചെന്നൈയിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് 7:30 മണിയോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ പിന്നെയുള്ള സാധ്യത എന്താണ്? അത് അരുണോയ് എക്സ്പ്രസ് അവിടെ നിന്ന് കുട്ടിയുടെ സഹോദരനെ കാണാൻ ഒരുപക്ഷെ ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത്, അതല്ലെങ്കിൽ കുട്ടിയുടെ നാടായ ആസാമിലേക്കാണോ, ഗുവാഹട്ടിയിലേക്കാണോ പോകുന്നതെന്നൊരു സംശയം നിലനിൽക്കുന്നു. അരുണോയ് എക്സ്പ്രസ് തൊട്ടപ്പുറത്ത് നിന്നുണ്ട് എന്നുള്ള വിവരം വരുന്നു. അരുണോയ് എക്സ്പ്രസ് പരിശോധിക്കണം. അപ്പോൾ തന്നെ തോന്നിയതാണ് ആ 6:30 മണിക്ക് ശേഷമുള്ള അടുത്ത തീവണ്ടി ഏതാണ് എന്നുള്ളത് വെച്ച് താമ്പരം എക്സ്പ്രസിന്റെ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ആ നമ്പർ കൊടുത്തുള്ള ഒരു പരിശോധന അതിൽ കൂടി നടത്തുക. കാരണം രണ്ടും വിശാഖപട്ടണം വഴിയാണ് കടന്നു പോകുന്നത്. ഈ 2 വണ്ടിയും അവിടെ പരിശോധിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും സാധ്യത, ഞാൻ ഹരിദാസ് ചേട്ടനോട് പറഞ്ഞു, അത് കൺഫർമേഷൻ അല്ല, ഒരു ക്ലൂ മാത്രമാണ്, ഒരു ഹിന്റ് മാത്രമാണ്, ഒരു സംശയം മാത്രമാണ്, എങ്കിലും ഒന്ന് ശ്രമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ മലയാളികൾ ഈ രാത്രിയിലും അവിടെ എത്തി മണിക്കൂറുകൾ കാത്തുനിന്ന്, വൈകി വന്ന 2 തീവണ്ടികൾക്ക് വേണ്ടി കാത്തുനിന്ന് അതിൽ ആദ്യം വന്ന ആ താമ്പരം എക്സ്പ്രസിൽ നിന്ന് ആ കുട്ടിയെ കണ്ടെത്തി, ആ കുട്ടിയെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കണ്ടെത്തി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ കുട്ടി റിസർവ് കമ്പാർട്ട്മെന്റിലായിരിക്കില്ല, പാസഞ്ചർ കമ്പാർട്ട്മെന്റിലായിരിക്കും, സാധാരണ പോകുന്ന കമ്പാർട്ട്മെന്റിലായിരിക്കും ആ കുട്ടി ഉണ്ടാകാൻ സാധ്യത. അവിടെ കേന്ദ്രീകരിച്ചു. കാരണം അത് പറയാൻ കാരണം RPF ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസിൽ നിന്നൊരു നിർദ്ദേശം ലഭിച്ചാൽ RPF ഉദ്യോഗസ്ഥരുടെ സഹായം ഈ തിരച്ചിലിന് ലഭിക്കുമെന്ന് ആ മലയാളികൾ നമ്മളോട് പറഞ്ഞിരുന്നു. അതിന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നതിന് നമുക്കും പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവർ അതിനകത്ത് ഇടപെട്ട് അവർ കണ്ടത് ഈ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കവന്ന് കിടന്ന് കരയുന്ന കുഞ്ഞിനെയാണ് കണ്ടെത്തുന്നത്. നമ്മൾ കൊടുത്ത ദൃശ്യത്തിലെ അതേ വസ്ത്രധാരണം കുട്ടിക്കുണ്ട്, അതേ മുഖമാണ്. നമ്മൾ കൊടുത്ത പേരവർ ചോദിച്ചറിഞ്ഞു, ശരിയാണ്, അതേ പേരാണ്. അതിനുശേഷമാണ് അവർ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്ന് ചില സ്ത്രീകൾ അത് അവരുടെ കുഞ്ഞാണെന്ന് അവകാശവാദവുമായി വരുന്നത്. അവിടെയാണ് ഈ വാർത്തയുടെ പ്രസക്തി ഉണ്ടാകുന്നത്. സുഹൈല, ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ അവിടെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ്. ആ ശ്രമവും തകർത്തിട്ടാണ് ആ കുഞ്ഞിനെ ഈ മലയാളികൾ വീണ്ടെടുത്ത് ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് കയ്യിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. ആ വാർത്ത നമ്മൾക്ക് അങ്ങേയറ്റ അഭിമാനം ഉണ്ടാക്കുന്നതും ചാരിതാർത്ഥ്യം നൽകുന്നതെന്ന് തോന്നുന്നത് ആ സമയത്താണ്. അതിനുശേഷം അവർ RPF ഉദ്യോഗസ്ഥർക്ക് ആ കുഞ്ഞിനെ കൈമാറിയിട്ടുണ്ട്. RPF ഉദ്യോഗസ്ഥർ ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കുട്ടിയെ കൈമാറും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കുട്ടി ഉണ്ടായിരിക്കും. കുട്ടി ഇപ്പോൾ സന്തോഷവതിയാണ്, മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്, കുശലം പറഞ്ഞിട്ടുണ്ട്. ഈ ശകാരിച്ച കാര്യത്തിൽ മാതാപിതാക്കൾ കുഞ്ഞിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ട ആഹാരം കുട്ടി ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കുട്ടി ഇനി അവിടെ വിശ്രമിക്കും. മാതാപിതാക്കൾ അവിടെ എത്തി കുഞ്ഞിനെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് സ്വീകരിക്കാം. അതിനുള്ള നിയമ നടപടികളാണ് ഇനി അവശേഷിക്കുന്നത്. സുഹൈൽ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അലക്സ്, ഇതിന്റെ നാൾവഴികൾ പറയുകയായിരുന്നു. എങ്ങനെയാണ് കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായത്? ആ ഇടപെടൽ എത്ര സുപ്രധാനമായി മാറിയിരിക്കുന്നു എന്നത് നമുക്ക് ഈ കുഞ്ഞിനെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞതിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ്. മലയാളി സമാജ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഉടൻ തന്നെ വിശാഖപട്ടണത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി അങ്ങനെ കുഞ്ഞിനെ കണ്ടെത്താൻ അവർക്ക് കഴിയുകയും ചെയ്തു.
മനുഷ്യനെ വിവേചിക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലിന്റെ ഒരു കേരള മോഡൽ വീണ്ടും വെളിവാകുകയാണ് തസ്മി തസ്മ എന്ന 13-കാരുടെ കണ്ടെത്തലിലൂടെ. കാരണം മൂല്യം കുറഞ്ഞത് മൂല്യം കൂടിയതെന്ന് വേർതിരിച്ചെടുക്കുന്ന പലയിടങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മനുഷ്യനെ മനുഷ്യനായി തന്നെ കണ്ട് അവർക്ക് വേണ്ടി ഉദാത്തമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുസമൂഹത്തെ രൂപപ്പെടുത്താനായി എന്നതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന നിമിഷം കൂടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഇതര സംസ്ഥാനത്ത് നിന്ന് അസമിൽ നിന്ന് 1 മാസം മുമ്പ് മാത്രം കേരളത്തിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ്. പക്ഷേ ചേർത്ത് നിർത്തിയപ്പോൾ അവൾ പ്രിയപ്പെട്ടവളായി നമ്മളിൽ ഒരുവളായി മാറി. അവളെ കണ്ടെത്താനാകാത്ത ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും നെഞ്ചിരിപ്പോട് കഴിഞ്ഞ മലയാളികളുണ്ട്. ദൈവമേ, പെൺകുട്ടിയെ കണ്ടെത്താനാകണേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥന, അവരുടെ പ്രതീക്ഷ അത് ഒടുക്കം ആശ്വാസത്തിലേക്ക് എത്തുന്നു. ആ 13-കാരി വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്തുന്നു. ഒരുപാട് ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരുണ്ട്. ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ അതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നിയ ബബിത എന്ന ഒരു സ്ത്രീക്കുണ്ടായ, ഒരു യുവതിക്കുണ്ടായ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൽ പകർത്തിയൊരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ ഏറെ നിർണായകമെന്ന് നിസ്സംശയം പറയേണ്ടി വരും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച അന്വേഷണം പാലക്കാട് വഴി അസമിലേക്ക് പോയി വന്ന അന്വേഷണത്തിൽ ഒരുപാട് സമയം വെറുതെ പോയേനെ. പക്ഷേ പാറശാലയിൽ വെച്ച് ആ പെൺകുട്ടി പകർത്തിയ ദൃശ്യങ്ങളാണ്. പെൺകുട്ടി 13-കാരി കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ടെന്നും കന്യാകുമാരിയിൽ നിന്ന് പിന്നീട് 6 മണിയോടുകൂടി എഗ്മോറിലെത്തിയിട്ടുണ്ടെന്നും കൃത്യമായ വളരെ പ്രിസൈസായ ഇൻഫോർമേഷൻ പോലീസിന് നൽകിയത്. ആ ദൃശ്യം അതേറെ നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് എഗ്മോറിലെത്തിയതിനു ശേഷം അലക്സ് റാം മുഹമ്മദ് നമ്മുടെ പ്രതിനിധി നടത്തിയൊരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ അത് പറയാതെ മുന്നോട്ട് പോകാനാകില്ല. കാരണം 6:30 എഗ്മോർ സ്റ്റേഷനിൽ ഇറങ്ങുന്ന പെൺകുട്ടിക്ക് മുമ്പിൽ 2 സാധ്യതകളാണ് തുറന്നിരിക്കുന്നത്. ഒന്ന്, അരുണ എക്സ്പ്രസിൽ ഗുവാഹത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ട്രെയിൻ ഏതാണോ ആ ട്രെയിനിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യാം. അലക്സ് റാം മുഹമ്മദിന്റെ നിഗമനം ശരിയായിരുന്നു. ഗുവാഹത്തിലേക്ക് പോകാതെ കൊൽക്കത്തയിലേക്ക് പോയിരുന്ന താമ്പരം ട്രെയിനിൽ പെൺകുട്ടി കയറുകയാണ്. താമ്പരം ട്രെയിനിൽ കയറി പെൺകുട്ടി ആ യാത്ര മണിക്കൂറുകളോളം നീളുന്നു. 36 മണിക്കൂർ നമ്മൾ പെൺകുട്ടിക്ക് തെരച്ചിൽ തുടരുന്നു. ഒടുക്കം 10:30 ആശ്വാസ വാർത്ത വരുന്നു. താമ്പരം എക്സ്പ്രസിലെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ അവശയായി 35 മണിക്കൂറോളം വെറും വെള്ളം മാത്രം കുടിച്ച് കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ പെൺകുട്ടി അവശയെ അവിടെ കിടക്കുന്നു. പക്ഷേ അപ്പോഴും ക്ലെയിം ചെയ്യാൻ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം സ്ത്രീകൾ ഞങ്ങളുടെ മകളാണെന്ന് ഒരു ലജ്ജയുമില്ലാതെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. പക്ഷേ ആ നന്നായി ഗൗരവത്തോടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ക്ലെയിമിൽ നമ്മൾ വിട്ടുനിൽക്കുന്നു. ആ പെൺകുട്ടി ഏതോ വിപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച അധമക്കൂട്ടം അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വരും മണിക്കൂറുകളിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. കാരണം ഇത്തരം സംഘങ്ങൾ അത് വലിയ വെല്ലുവിളിയാകുന്നു. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയായി RPFന്റെ കസ്റ്റഡിയിലുണ്ട്. നാളെ മാതാപിതാക്കൾക്ക് വിശാഖപട്ടണത്തെത്തി കുട്ടിയെ സ്വീകരിക്കാം. നമ്മൾ കണ്ടതുപോലെ ആ ട്രെയിൻ ട്രാക്കിലൂടെ ഭീതിയോടുകൂടി ഭയപ്പാടോടെ കുട്ടി താണ്ടിയ ദൂരമുണ്ട്. ആ ദൂരം അത്രയും ആശ്വാസത്തോടെ മാതാപിതാക്കൾക്കൊപ്പം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ആ പെൺകുട്ടിക്ക് വരാം. ചെയ്തു കൂട്ടിയ ഒരു ചെറിയ വികൃതിയായി കരുതാം. ആ കുട്ടിയെ മാപ്പ് നൽകി വീട്ടുകാർ സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് അധികം ശകാരിക്കാതെ സ്നേഹവായ്പോടെ കൂടെ കൂട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം, ആശംസിക്കാം. ഗോപി, സുഹൈല, ഇനിയിപ്പോൾ കേരള പോലീസിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. കുഞ്ഞിനെ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലേക്ക് കൈമാറുന്നു. കുഞ്ഞിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് സ്വാഭാവികമായും അതിന്റെ നടപടിക്രമങ്ങൾ എന്നതിന്റെ ഭാഗമായി ചോദിച്ചറിയാനുണ്ടാകും. പോലീസ് സംഘം നാളെ തന്നെ വിശാഖപട്ടണത്തിലേക്ക് തിരിക്കും കേരളത്തിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ അതിരാവിലെ തന്നെ വിശാഖപട്ടണത്തേക്ക് തിരിച്ചേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയോടുകൂടി ഇനി നമുക്ക് അറിയാനുണ്ട്. നമ്മുടെ പ്രതിനിധി സംഘം വിവിധ ഇടങ്ങളിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി നാളെ പ്രഭാതം മുതൽ ഉണ്ടാകും. എങ്ങനെയാണ് കുഞ്ഞിനെ തിരികെ കൊണ്ടുവരാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, മാതാപിതാക്കളെ കൂടി കൊണ്ടുപോയായിട്ടായിരിക്കുമോ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരിക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും വ്യക്തത ആവശ്യമാണ്. ഈ വൈകിയ വേളയിൽ ഇനിയിപ്പോൾ ഈ രാത്രിയിൽ മറ്റ് നടപടികളോ നീക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇനി എല്ലാ കാര്യങ്ങളും നാളെ രാവിലെയാണ് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. പ്രേക്ഷകർ 24-ന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് യൂട്യൂബിൽ അവരുടെ സന്ദേശങ്ങൾ കുറിക്കുന്നത്. എല്ലാ പ്രേക്ഷകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഇടപെടൽ, കുഞ്ഞിനെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങളിൽ ഒരു വലിയ ഇടപെടൽ നടത്താൻ ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അലക്സിനുള്ള അഭിനന്ദനങ്ങൾ പ്രേക്ഷകർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ആ അഭിനന്ദനങ്ങൾ ഓരോന്നും 24-നുള്ള അംഗീകാരമായി കൂടി ഞങ്ങൾ കാണുന്നു. ഇതുപോലെയുള്ള ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്ക് കൂടുതൽ കരുത്തും പ്രേരണയും നൽകുന്നതാണ് പ്രേക്ഷകർ നൽകുന്ന ഈ പിന്തുണ എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഏതായാലും അതിനെല്ലാം ഉപരിയായി നിൽക്കുന്നു നമ്മുടെ സന്തോഷം, അതിനെല്ലാം ഉപരിയായി നിൽക്കുന്നു കേരളത്തിൽ എത്രയോ പേർ ഉറക്കം മുളച്ചിരുന്ന് കാത്തിരുന്ന വാർത്തയ്ക്ക് ഏറ്റവും ശുഭകരമായ വിവരത്തിലൂടെ അത് പൂർത്തിയാകുന്നു എന്നത്. സ്വാഭാവികമായും
ഈ കഴിഞ്ഞ രാത്രികളിലെല്ലാം ഈ കഴിഞ്ഞ രാത്രി നമ്മൾ ഏറ്റവും അധികം അലോസരപ്പെടുത്തിയ ഒരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. കുഞ്ഞ് സുരക്ഷിതയായി എത്തി എന്നുള്ള ശുഭവാർത്ത കേട്ട് ഇന്ന് രക്ഷിതാക്കൾക്കൊക്കെ ഉറങ്ങാം. ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ സ്വാഭാവികമായും അവരുടെ ഉറക്കം കെടുത്തിയ ആ സംഭവമായിരുന്നു തസ്മിത്തിനെ കാണാനില്ല എന്ന വാർത്തയും അതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭ്യൂഹങ്ങളും സംശയവും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് സ്വാഭാവികമായും ഇത് ഒരു ശുഭപര്യവസ്ഥയായി മാറിയിരിക്കുന്നു. പലരുടെയും പ്രതികരണങ്ങൾ ഇപ്പോഴും കാണാം. കേരള വാണ്ട്സ് ടു സീ ബബിത മോർണിംഗ് ഷോയിൽ കൊണ്ടുവരൂ. ബബിത എടുത്ത ഫോട്ടോ ഈ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായിരുന്നു. ബബിതയ്ക്ക് ഞങ്ങളുടെ പ്രത്യേകം നന്ദി. കാരണം ബബിത ഫോട്ടോ എടുത്ത ശേഷവും ആ കുഞ്ഞിനെ കാണാതായ വിവരം അറിയുന്നത് 24-ലൂടെയാണ്. അങ്ങനെയാണ് ബബിത പിന്നീട് ഈ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറിയത്. അതോടൊപ്പം തന്നെ ചിലർ പറയുന്നു അലക്സ് റാം മുഹമ്മദിനുള്ള പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കണം. അലക്സിനെ ആ നിലയിൽ അലക്സിനുള്ള അഭിനന്ദനങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഞങ്ങളും ആ അഭിനന്ദനം ഞങ്ങളുടെ സഹപ്രവർത്തകന് കൈമാറുന്നു.